ഈ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ ഭീകരവാദികൾ മരണപ്പെടുന്നത് പതിവാണല്ലോ. അതിപ്പോൾ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരു താലിബാന്റെ ഒരു നേതാവാണല്ലോ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? താലിബാൻ്റെ വെറും നേതാവല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. താലിബാന് രൂപം കൊടുക്കുകയും താലിബാനിലെ പോരാളികളെ പരിശീലിപ്പിക്കുകയും മുതിർന്ന അംഗങ്ങളെ വാർത്തെടുക്കുകയും ചെയ്ത ആൾ. ആ ആൾ അറിയപ്പെടുന്നത് താലിബാൻ്റെ പിതാവ് എന്നാണ്. അയാളുടെ മകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഫ്രഞ്ച് വാർത്താ ഏജൻസിയായ AFP ആണ് ഇതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. അതായത് മൗലാന ഹമീദുൽ ഹഖ് ഹക്കാനി എന്ന് പറയുന്ന ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇയാൾ ഇപ്പോഴും ഈ പാകിസ്ഥാനിലെ നിരവധി താലിബാൻ പോരാളികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു മതപഠന കേന്ദ്രത്തിലാണ് വാസ്തവത്തിൽ ഈ സ്ഫോടനം നടന്നത്. ഒരു ചാവേർ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. 15 പേർക്ക് പരിക്കേൽക്കുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ചാവേറും മരിച്ചു. ബോംബ് സ്ഫോടനമായിരുന്നു. ഇത് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ദാറുൽ ഉലൂം ഹക്കാനിയ എന്ന് പറയുന്ന ഒരു മതപഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. അതിൽ ഈ ഹക്കാനി ശൃംഖലയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ഈ മുതിർന്ന അംഗങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, മുതിർന്ന താലിബാൻ അംഗങ്ങളെ ക്ലാസ് എടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ടയാൾ, മൗലാന ഹമീദുൽ ഹഖ് ഹക്കാനി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് AFP പറയുന്നുണ്ട്. അവിടുത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, പാക് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്, അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഇതിനോടുള്ള പ്രതികരണം എന്തായിരുന്നു, ഇതൊക്കെ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ താലിബാൻ അനുകൂല മതപഠന കേന്ദ്രം, അവർ ഈ ഫ്രഞ്ചിൽ അവർ ആ വാക്ക് ഉപയോഗിക്കുന്ന സെമിനാരി എന്നാണ്. പക്ഷേ സെമിനാരി അല്ല വാസ്തവത്തിൽ. സെമിനാരി നമുക്കറിയാമല്ലോ, അതൊരു ഈ ക്രിസ്തീയ മതപഠന കേന്ദ്രത്തിനെയാണ് സെമിനാരി എന്ന് പറയുന്നത്. ഇത് സെമിനാരി അല്ല, എന്നാൽ മദ്രസയുമല്ല. മദ്രസയിൽ കുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇത് വളരെ മുതിർന്ന അംഗങ്ങളെ ശരിക്കും ഭീകര പ്രവർത്തനത്തിന് പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അതിനെ മദ്രസ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു മതപഠന കേന്ദ്രത്തിൽ, ഒരു ഭീകര പരിശീലന കേന്ദ്രത്തിലാണ് ഈ ചാവേർ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്നതിനിടെ ഈ ഹമീദുൽ ഹക്കിനെ അഭിവാദ്യം ചെയ്യാൻ കുറച്ചുപേര് വന്നു. അപ്പോൾ അവരടുത്ത് വന്ന് ഇങ്ങനെ അഭിവാദ്യം ചെയ്യും. നമ്മളെ അറിയാമല്ലോ, ഈ ഇത്തരത്തിലുള്ള മത ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ സാധാരണ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആത്മീയ കേന്ദ്രങ്ങളിലൊക്കെയാണ് ആൾക്കാർ വന്ന് ഈ പ്രഭാഷണം നടത്തിയ ആളുടെ കാല് തൊട്ട് തൊഴും, അഭിവാദ്യം ചെയ്യും, അങ്ങനെ അനുഗ്രഹം തേടും. അതുപോലെ ഈ കുറച്ച് ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ, ഈ കൊല്ലപ്പെട്ട ആളുടെ അടുക്കൽ വന്ന് അനുഗ്രഹം തേടുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. അല്ല, എല്ലാ കാലത്തും ഈ ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരാണല്ലോ ഈ താലിബാൻ. അപ്പോൾ ഒരു ഇന്ത്യക്കെതിരെ നിന്ന ഒരു ഭീകരനെ കൊല്ലപ്പെട്ടു, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നു ഞാൻ. അതായത് ഈ പറയുന്ന പാക് താലിബാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളിൽ. അതിൽ ഈ പാക് താലിബാൻ 100% ഇന്ത്യക്കെതിരെയാണ്. ഇന്ത്യക്കെതിരായ ഏത് നീക്കത്തിനും അവർ വലിയ പ്രോത്സാഹനവും സഹായവും പിന്തുണയും നൽകും. നമുക്കറിയാം, ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കഴിഞ്ഞ മാസം നടന്ന ഒരു പാകിസ്ഥാൻ കാശ്മീർ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു ഫെബ്രുവരി 5-ാം തീയതി. അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്ന് ലോകം കണ്ടു. ഹമാസിൻ്റെ പ്രതിനിധികൾ വരെ അതിൽ വന്ന് പങ്കെടുത്തു. അവിടെ ഈ പാക് താലിബാൻ്റെ ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. ഹാഫിസ് സെയ്ദാണത്. ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന കൊടും ഭീകരനായ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനായ ഹാഫിസ് സെയ്ദിൻ്റെ നേതൃത്വത്തിലാണ്, അത് മസൂദ് അസറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അത് സംഘടിപ്പിച്ചത്. അതിൽ പോലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്, ഈ പാക് താലിബാൻ. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യ വിരുദ്ധ, അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ സൈന്യത്തിനും നമ്മുടെ സർക്കാരിനും നമ്മുടെ ജനങ്ങൾക്കുമൊക്കെ എതിരെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഘടനവാദി ഗ്രൂപ്പാണ് ഈ പാക് താലിബാൻ. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ അവർ ഇത് ഇന്ത്യ നടത്തിയ, അതായത് ഈ നേരത്തെയും സംഭവിച്ചതുപോലെ അജ്ഞാതൻ നടത്തിയ ഒരു ആക്രമണമാണോ ഇത് എന്ന് അവർ സംശയിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ തെളിവുകളൊന്നുമില്ല. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയും ഈ സംഭവത്തെ ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വശം കൂടുണ്ട്. ഈ പാകിസ്ഥാനിൽ തന്നെ വിവിധ ഭീകര ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ ശത്രുതയിലാണ്. അപ്പോൾ അവിടുത്തെ പാക് താലിബാനെതിരെ അഫ്ഗാൻ താലിബാൻ നീങ്ങും. അതുപോലെ തന്നെ ലഷ്കർ-ഇ തോയ്ബയും അതുപോലെ മറ്റ് ജെയ്ഷെ മുഹമ്മദും ഒക്കെ ഇവരുമായിട്ട് എത്ര സഹകരിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിലെ തന്നെ
വ്യക്തികളോട് എത്ര സഹകരിച്ച് നിൽക്കുന്നു, നേതാക്കളോട് എത്ര സഹകരിച്ച് നിൽക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവരെപ്പോഴും വേണമെങ്കിലും തമ്മിൽ തെറ്റും, എപ്പോൾ വേണമെങ്കിലും പരസ്പരം കൊല്ലും. അങ്ങനത്തെ ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശൈലിയാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാക് ഭരണാധികാരികൾക്ക് ഇതാരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ പോലീസ് ആകട്ടെ, സൈന്യമാകട്ടെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു അജ്ഞാത ആക്രമണത്തിൽ, ചാവേർ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അവർക്കിപ്പോഴും പറയാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഈ ഖൈബർ പഖ്തൂൺ പോലീസ് മേധാവി സുൽഫിക്കർ ഹമീദ് പാകിസ്ഥാനിലെ ഡോൺ ദിനപത്രത്തിൽ കൊടുത്ത ഇതിൽ അവരോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സംഭവം ഭീകരാക്രമണമാണ്, 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 6 പേർ മൊത്തത്തിൽ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹവും പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഈ പറയുന്ന മതപഠന കേന്ദ്രത്തിൽ ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം പാകിസ്ഥാൻ, ഇത് ഒരു അങ്ങനെ ഒരു ഇതിനു മുൻപും ഒരു 2 ആഴ്ച മുമ്പിൽ ഇത്തരത്തിൽ മറ്റൊരു ആക്രമണത്തിൽ അയാൾ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മോട്ടോർ ബൈക്കിൽ വന്ന 2 പേര് അവിടെ ഇറങ്ങി നിറയൊഴിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആൾ സ്പോട്ടിൽ തന്നെ മരിച്ചു. പക്ഷെ അതും ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അജ്ഞാതാക്രമണം എന്ന് പറഞ്ഞ് നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഈ ആള്, നമ്മൾ ഈ പറയുന്ന ഇപ്പം കൊല്ലപ്പെട്ട ഹമീദുൽ ഹക്കാനി എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ജാമിയത്ത് ഉലമ ഇ ഇസ്ലാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടി ഉണ്ട്, അതിൻ്റെയും തലവനാണ്. അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അവരും ഇത്തരത്തിലുള്ള ഭീകര ഗ്രൂപ്പുകളെ ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ബേനസീർ ഭൂട്ടോയൊക്കെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. പാകിസ്ഥാനിലെ നിരവധി ഭരണാധികാരികൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സിയാദ് ഉൽ ഹക്കിനെ പോലെ വിമാനാപകടത്തിൽ ഉൾപ്പെടെ മരിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും കൃത്യമായ തെളിവുകൾ അവർക്ക് പറയാൻ ഇല്ല, അവരുടെ കൈവശം ഇല്ല. ഈ പറയുന്ന ഈ താലിബാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇയാളുടെ അച്ഛൻ, ഈ ഹക്കാനിയുടെ അച്ഛൻ മൗലാന സമീയുൽ ഹക്ക് എന്നാണ് അയാളുടെ പേര്. അയാൾ 2018 സ്വന്തം വീട്ടിൽ വെച്ച് കുത്തേറ്റ് മരിച്ചിരുന്നു. ദാറുൽ ഉലൂം ഹക്കാനിയ എന്ന് പറയുന്ന ഈ മതപഠന കേന്ദ്രത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. അവിടെ 4000-ലധികം വിദ്യാർത്ഥികളെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ അച്ഛനും ഇങ്ങനെ തന്നെയാണ് കൊല്ലപ്പെട്ടത്, മകനും അതുപോലെ. അച്ഛൻ കുത്തേറ്റ് മരിച്ചു, മകൻ സ്ഫോടനത്തിൽ മരിച്ചു. ഇതാണ് ഇതിനെക്കുറിച്ച് നമുക്കിപ്പോൾ AFP നൽകുന്ന വിവരം. എന്തായാലും ഈ ഹക്കാനി ശൃംഖല അതൊരു പ്രത്യേക എന്താ പറയേണ്ട ഒരു ഭീകര ശൃംഖലയാണ്. ഒരു മതപഠനത്തിൻ്റെ മറവിൽ നടക്കുന്ന, എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക ഭീകരത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന, എന്താ പറയേണ്ട പകൽ വെളിച്ചത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ. അത് എന്താ പറയുക, ഒരു കൃത്യമായ അജണ്ടകളോടുകൂടി പാക് രാഷ്ട്രീയത്തിലും കൂടി അവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർക്ക് പല പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതിനെല്ലാം അവർ അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു വിഭാഗമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ താലിബാൻ അവർ രൂപം കൊടുത്തത് തന്നെ എന്തുദ്ദേശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാലകൻ, അതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ കാനഡയും ഇടക്കാലത്ത് പാകിസ്ഥാനും ഈ ഇന്ത്യയുടെ പങ്ക് ആരോപിക്കുന്നുണ്ടല്ലോ, അത് ഇന്ത്യക്ക് ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഉണ്ടോ? ഇന്ത്യക്ക് അത് ഒരു പ്രശ്നവുമായിട്ട് മാറുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇത് ചെയ്തതെന്നതിന് ഒരു തെളിവും ഇവർക്കാർക്കും ഇതുവരെ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ കൊല്ലപ്പെട്ട ആൾക്കാരൊന്നും, അത് കാനഡയിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ, ഇവരൊന്നും നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള പശ്ചാത്തലമുള്ള ആൾക്കാരൊന്നും അല്ല. ഇവരൊക്കെ പലരും പല ഗവൺമെൻറ്റുകളും തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരുടെ കൊലപാതകത്തിൽ, അവരുടെ മരണത്തിൽ എന്തിനാണ് ഇത്ര വലിയ ആശങ്ക ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു ഭീകരൻ കൊല്ലപ്പെടുമ്പോൾ, പാകിസ്ഥാനിൽ തന്നെ നമുക്കറിയാം അങ്ങനെ പലരും കൊല്ലപ്പെട്ടു. മുംബൈ ഭീകരാക്രമണത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഗ്രൂപ്പിലുള്ള പലരും അത്തരത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവർക്കെതിരെ അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ വലിയ എന്താ പറയേണ്ട ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കോണിൽ നിന്ന് മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ കാരണം കൊല്ലപ്പെട്ട മനുഷ്യർക്ക് മനുഷ്യാവകാശമൊന്നുമില്ലേ? അവർ ഈ നാട്ടിൽ ആർക്കും ദ്രോഹം ഉണ്ടാക്കാതെ ഈ മണ്ണിൽ ജീവിച്ചിരുന്നവരല്ലേ?
അവരെ എന്ത് തെറ്റിനാണ് ഇവർ കൊന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങളും വലിയ ആക്രമണങ്ങളും സംഘടിപ്പിച്ച് എന്തിനാണ് ഈ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നത്? ആ നിരപരാധികൾക്ക് മനുഷ്യാവകാശമില്ലേ? ഈ കൊല്ലപ്പെടുന്ന ഭീകരർക്ക് മാത്രമേ മനുഷ്യാവകാശമുള്ളൂ? ഈ ചോദ്യം വാസ്തവത്തിൽ ചോദിച്ചിട്ടൊരു കാര്യവുമില്ല. ഈ പറഞ്ഞതുപോലെ അജ്ഞാതൻ്റെ ഇടപെടലാണ് അവിടെ നല്ലത്. വളരെ കൃത്യമായിട്ട് അടിക്ക് തിരിച്ചടി, ഈ തെറിക്ക് ഉത്തരം മുറിപ്പത്തലെന്നൊരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഇപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അവർ അധികം നമ്മളെ ആക്രമിക്കാത്തത്? ഇന്ത്യയിൽ കിടന്നു വന്ന് പഴയതുപോലെ സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ നടത്താത്തത് എന്തുകൊണ്ടാണ്? ഇതുപോലെ അജ്ഞാതൻ്റെ ഇടപെടലിലൂടെ പലരും അവിടെ കൊല്ലപ്പെടുന്നു. അത് ഇന്ത്യയാണോ എന്നവർ സംശയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് സൂക്ഷിച്ച് വേണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ചവിട്ടാം എന്ന് പറഞ്ഞ് പിന്നിലേക്ക് ആഞ്ഞതാണോ എന്നും നമുക്ക് സംശയിക്കാവുന്നതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അജ്ഞാതൻ വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ഇടവേളകൾ കൊടുത്തുകൊണ്ട് കൃത്യമായി ഈ ഭീകരരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകര നേതാക്കളെ, ഈ ചാവേർ ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുന്ന ആൾക്കാരെ ഒക്കെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അജ്ഞാതൻ്റെ വിളയാട്ടം തുടരുകയാണ്. അതിനിയും തുടരട്ടെ എന്ന് തന്നെയാണ് ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും ഇതിനൊരു അവസാനമുണ്ടാകുമല്ലോ. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ബുദ്ധി കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അത് പാകിസ്ഥാനിന് പുനർവിചിന്തനം നൽകാൻ പ്രേരിപ്പിക്കുന്നതായി തീരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ.